സരിത എസ് നായർ എന്ന VVIPയുടെ കാർ ചില ആക്രമികൾ തകർത്തുവത്രേ. സംഭവം അറിഞ്ഞപ്പോൾ തന്നെ ആക്രമികളെ തേടി ഉമ്മൻചാണ്ടിയുടെ പോലീസ് നെട്ടോട്ടം ഓടി തുടങ്ങിയതാണ്. എന്നാൽ സംഗതി അന്വേഷിച്ച് ഒടുവിൽ ഒരു നാടകത്തിന്റെ കഥയാണത്രേ പോലീസ് കണ്ടുപിടിച്ചത്. സരിത തന്നെ സരിതയെ ആക്രമിക്കാൻ കൊട്ടേഷൻ കൊടുത്തു എന്നതാണ് കഥ. ഉമ്മൻചാണ്ടി സർക്കാർ തീരെ ശ്രദ്ധിക്കുന്നില്ല എന്നായപ്പോൾ രണ്ട് പോലീസുകാരുടെ സുരക്ഷാ അകമ്പടിയൊക്കെ കിട്ടാനായി തിരക്കഥ രചിച്ച് ഉണ്ടാക്കിയതാണെന്ന് ചിലർ പറഞ്ഞു പരത്തുന്നു. ശത്രുക്കൾക്ക് എന്താണ് പറഞ്ഞുകൂടാത്തത്? എന്തായാലും സരിതയ്ക്ക് വേണ്ടി ചാണ്ടിയുടെ പോലീസ് ഇപ്പോഴും അന്വേഷണം തുടരുകയാണ്. കൊട്ടേഷൻ അല്ലെങ്കിൽ റോബറി അല്ലേ, അങ്ങനെ സസ്പെക്ട് ചെയ്ത് ഇപ്പൊ അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് ഇന്നലെ കിട്ടിയ ഇൻഫർമേഷൻ. ഏകദേശം 13 പേരോളം പേര് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് പല രീതിയിലായിട്ട്. നമ്മുടെ സരസമ്മേടാ എന്താണ് നിന്റെ പേര്? അടിച്ചതിന്റെ 32 പല്ല് ഞാൻ താഴെയിലൂടാ. നിന്നെ പോലുള്ള നാരി കള്ളന്മാരെ ഒന്നും ഈ സ്റ്റേഷനിൽ അല്ലേടാ വെച്ച് ഓർപ്പിക്കേണ്ടത്. ഞാൻ ഏകദേശം 2.5 മണിക്കൂറോളം എറണാകുളത്ത് ഉണ്ടായിരുന്നു. അപ്പം അത് വല്ലതും വെച്ചിട്ടാണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സംശയം. അപ്പം അവർക്ക് സമയം ഉണ്ടായിരുന്നു ഒന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കള്ളം വർക്കിയോടാ ഇതുപോലത്തെ പെട കിട്ടിയാലേ നീയൊക്കെ മര്യാദ പഠിക്കത്തുള്ളൂ. എനിവേ ഇറ്റ്സ് എ പ്ലാൻ. അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. കാര്യം ഒരു സാധാരണഗതിയിൽ ഒരു പിന്നെ ഏതെങ്കിലും വണ്ടിയിൽ വന്നിട്ടല്ല, പേപ്പറിലും മാധ്യമങ്ങളിലും ചില മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് വണ്ടിയിൽ വന്ന് ബൈക്കിൽ അല്ലെങ്കിൽ കാറിൽ വന്ന് നിർത്തിയവരാണ്. അങ്ങനെയല്ല, കിട്ടാവുന്നതിൽ വെച്ച് പരമാവധി ശിക്ഷയാണ് അവന് കിട്ടിയിരിക്കുന്നത്. ഇനി ദൈവം പോലും ഇവനെ ശിക്ഷിക്കത്തില്ല. ജോസഫിന്റെ കടയിൽ നിന്ന് പറ്റിന് ഭക്ഷണം അവരവിടെ ഓൾറെഡി വെയിറ്റിംഗ് ആയിരുന്നു. ഞങ്ങളുടെ കാറിന് മുമ്പ് പ്രിസീഡ് ചെയ്തു പോയ സുമോ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. അപ്പൊ ലെഫ്റ്റിൽ നിന്ന് പെട്ടെന്ന് ഒരാൾ റോഡ് ക്രോസ് ചെയ്തു പോയി. ബാക്കി 3 പേരിൽ ഫ്രണ്ടിൽ ഒരാൾ വന്ന് കാറ് തല്ലിപ്പൊട്ടിക്കുന്നു. അപ്പൊ നമ്മുടെ അറ്റൻഷൻ അങ്ങോട്ട് പോയപ്പോൾ 2 പേര് എന്റെ ഡോറ് വന്ന് ഓപ്പൺ ചെയ്യാനാണ് ശ്രമിച്ചത്. അല്ലാതെ ബൈക്കിലോ കാറിലോ ഒന്നും അവർ വന്ന് നിൽക്കുമല്ല. അവർ ഓൾറെഡി ദെയർ. അത് മാത്രമേ ഉള്ളൂ ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിൽ പോയ കാറ് ഇയാളുടെ തലയിൽ എന്താണോ ചാണകമാണോ? ഇനി ഒരു പാലം ആവുമ്പം ഓട്ടോമാറ്റിക് ആയിട്ട് ഒന്ന് നിർത്തുമല്ലോ, അതുകൊണ്ട് നിർത്തിയതാണോ അതോ അതും ഇതുമായിട്ട് ലിങ്ക് ഉണ്ടോ, അത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഒരു പാലമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാമെന്ന കാര്യം കൂടി സരിതയ്ക്ക് അറിയാം. എന്തായാലും ആ പാലത്തിന് സമീപം നടന്ന സംഭവത്തിൽ സരിത അപരാധിയാണ് എന്നൊക്കെ പറയുന്നത് അല്പം കടന്ന കൈയാണ്. എനിക്ക് ആസൂത്രണം ചെയ്യാനാണെങ്കിൽ അത് പേപ്പറിൽ ഞാൻ വായിച്ചു. എനിക്ക് ആസൂത്രണം ചെയ്യാനാണെങ്കിൽ എനിക്ക് ഇതിനേക്കാളും നല്ല സ്ഥലങ്ങൾ വേറെയുണ്ട്. ഞാൻ ഓൾമോസ്റ്റ് കേരളത്തിൽ മുഴുവൻ സ്ഥലത്തും ട്രാവൽ ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് പ്ലാൻ ചെയ്ത് നമ്മുടെ കാറിന് ഏകദേശം 20,000 രൂപ അല്ലേ, 20,000 രൂപ നഷ്ടം വരുന്നതിനുള്ള കപ്പാസിറ്റി ഇല്ല. വീടിന് ആക്രമണം വന്നു, അത് കണ്ടുപിടിച്ചില്ല. കാറിന് ആക്രമണം വന്നു, ഇപ്പം ഒരാഴ്ചയാവുന്നു, അത് കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പം ഇതിന്റെ എല്ലാം അന്വേഷണം പോകുമ്പോൾ ചിലപ്പോൾ നിൽക്കുന്നത് വേറെ വല്ല ഉന്നതന്മാരിലും ആയിരിക്കും. അതുകൊണ്ടായിരിക്കും അന്വേഷണം നടക്കാത്തത്. നടക്കട്ടെ. ഉമ്മൻചാണ്ടിയുടെ സർക്കാരല്ലേ സരിതയെ ആക്രമിച്ചവരെ വെറുതെ വിടില്ല എന്ന് പ്രതീക്ഷിക്കാം. പോലീസ് ആ വഴിക്ക് നീങ്ങിക്കോളും. എന്നാൽ സോളാറിന്റെ ഗതി എന്താണ്? സോളാർ കേസ് അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ മൊഴികളെല്ലാം നൽകി കമ്മീഷനെ രക്ഷിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു സരിത. അതിനായി ജുഡീഷ്യൽ കമ്മീഷനോട് ചോദ്യങ്ങൾ ഓരോന്നായി എഴുതി വാങ്ങിക്കഴിഞ്ഞു. കസ്റ്റഡിയിൽ വാങ്ങിയ പോലീസ് സ്റ്റേഷനിൽ താമസിക്കണമെന്ന. എന്തായാലും നിങ്ങൾക്ക് എന്റെ വീട്ടിൽ താമസിക്കാം. പിന്നെ നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിച്ചാൽ മാത്രമേ നമുക്ക് ഈ കേസിനോട് തുമ്പുണ്ടാക്കാൻ പറ്റുള്ളൂ. അതെ, കാര്യങ്ങൾ ഇനി വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞോളൂ. എങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങൾ അങ്ങോട്ട് സഹായിക്കാൻ പറ്റുള്ളൂ. അല്ല, സർക്കാർ കൊടുത്തിരിക്കുന്ന ഗൈഡ് ലൈൻസിലെ ക്വസ്റ്റ്യൻസ് മാത്രമല്ല എന്നോട് ചോദിച്ചിട്ടുള്ളത്. അത് 6-7 ക്വസ്റ്റ്യൻസ് ആണ്. അത് ഓൾറെഡി അതിന്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ലേറ്റർ ഓൺ എന്നെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ള എല്ലാ വിവാദങ്ങളും അവർ കൊറിയായിട്ട് തന്നിട്ടുണ്ട്. പിന്നെ കമ്മീഷന്റെ സ്വീകാര്യത എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിയമപരമായ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്നോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന് നേരത്തെ തൊട്ട് ഞാൻ ആൻസർ പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളതാണ്. അതിനുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇതിനകത്തുണ്ട്. സോ ഞാൻ ആൻസർ കൊടുക്കും. എവിഡൻസ് ഉള്ളതിനെല്ലാം എവിഡൻസ് കൊടുക്കുക. എല്ലാത്തിനും എൻ്റെ കയ്യിൽ എവിഡൻസ് ഇല്ല. ഇതിൽ ചോദിച്ചിട്ടുള്ളത് എല്ലാത്തിനും എൻ്റെ കയ്യിൽ എവിഡൻസ് ഇല്ല. പക്ഷെ എവിഡൻസ് ഉള്ളതിനെല്ലാം വിത്ത് എവിഡൻസ് ഞാൻ കൊടുക്കും. അല്ല, എവിഡൻസ് ഇല്ലാത്തതിന്റെ എന്റെ അഭിപ്രായം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതിനകത്ത് ഞാൻ എവിഡൻസ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. എവിഡൻസ് എന്നോട് ചോദിച്ചിട്ടുള്ള ക്വറീസിനകത്ത് എവിഡൻസ് ഉണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്യാന്നാണ്. ഇല്ലാത്തത് എന്റെ ഒരു ഗസ് അല്ലെങ്കിൽ എന്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ്. ഒപ്പീനിയൻ പറയാനുള്ള ഒരു അവസരം ഉണ്ട് കമ്മീഷനിൽ. അതിപ്പം ശരിയാണോ തെറ്റാണോ എന്ന് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത് കമ്മീഷനാണ്, ഞാനല്ല. ഇവരെല്ലാം കൂടി കാണിച്ചു വെച്ചിരിക്കുന്ന നിസ്സാര പ്രശ്നമാണെന്നാ നീ
എന്നോട് ഇവൻ പറഞ്ഞിരിക്കുന്നൊക്കെ പച്ചക്കള്ള. സരിതയുടെ ഉത്തരങ്ങൾ ഒടുക്കം സുധീരനെതിരെ ആകുമോ എന്നാണ് പലരും ചോദിക്കുന്നത്. കാരണം ഷാനിമോൾ ഉസ്മാനെ ഇറക്കിവിട്ട് സോളാർ സരിത എന്നൊക്കെ പറഞ്ഞ് സുധീരനെതിരെ കുതിര കയറുന്ന കാലമാണല്ലോ. മുഖ്യമന്ത്രിയും പേഴ്സണൽ സ്റ്റാഫും ഒന്നുമല്ല, KC വേണുഗോപാലാണ് സകല സോളാർ തട്ടിപ്പുകളുടെയും ഉടയോൻ എന്നും പറഞ്ഞ് സുധീരനെതിരെ ഷാനിമോൾ ഉസ്മാൻ കൊട്ടേഷൻ എടുത്തത് മാതിരി വല്ലതും സംഭവിച്ചാലും അതിശയിക്കാനില്ല. സരിതയെയും ഷാനിമോളെയും A ഗ്രൂപ്പുകാർ രക്ഷിക്കട്ടെ. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് ബാലലോകം. ശ്രീ യേശുദാസ് പറയുന്നത് പോലെ പാട്ടുപാടി മനുഷ്യന്റെ രോഗവിമുക്തമാക്കാൻ കഴിയും. അച്ഛനുണ്ടോ? കിടപ്പിലാണ്.